LDF-ൽ അങ്കലാപ്പ്. നാളെ സമരം നടത്തുമ്പോൾ, ദേശീയ പണിമുടക്കുള്ളപ്പോൾ ബസ് ഇറക്കുമെന്ന് ഗണേഷ്. ജോലി ചെയ്യുന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ടറിയാവോ, കൂലി കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടറിയാവോ എന്നുള്ള MA ബേബി. അങ്ങനെയാണെങ്കിൽ MA ബേബിയോട് ചോദിക്കേണ്ടത്, സർക്കാർ ഉദ്യോഗസ്ഥരും നാളെ പണിമുടക്കുന്നുണ്ടല്ലോ, അവർക്കത് ലീവായി മാറുമല്ലോ, അവർക്ക് ഇതില്ലല്ലോ, ഡയസിനോടൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് ശമ്പളമൊന്നും കുറയുന്നില്ല. അപ്പോൾ എന്നാലും ബാക്കിയുള്ളവർക്ക് വരും. അപ്പോൾ TP രാമകൃഷ്ണൻ പറഞ്ഞത് ഇത് പ്രസ്താവന തള്ളുന്നു എന്ന് പറയുന്നു. അയാൾക്ക് ഭ്രാന്താണ്, വട്ടാണ്, ഇത് പ്രസ്താവന തള്ളുന്നു എന്ന് പറയുന്നു. ഒരു വശത്ത് പ്രസ്താവന തള്ളുന്നു, മറുവശത്ത് എന്ത് സംഭവിക്കുന്നു? വളരെ കൃത്യമായിട്ടുള്ള വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സമരത്തെ ഭരണകക്ഷിയിലെ തന്നെ 2 പേർ, ഒരു മന്ത്രിയും LDF കൺവീനറും CPM-ൻ്റെ ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാന പാർട്ടിയെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയും മന്ത്രിയുടെ പ്രസ്താവന തള്ളിക്കളയുന്നു. മന്ത്രി ഇനി എന്താണ് കൂടുതൽ പറയാനുണ്ടാവുക എന്ന് നമുക്കറിയാനുണ്ട്. നാളെ മന്ത്രി എങ്ങനെ ആക്ട് ചെയ്യുമെന്നും അറിയാനുണ്ട്. ഇനി കോടതിയിൽ നിന്നെങ്ങാനും വല്ല ഉത്തരവ് വരുമോ, ബസ്സുകൾ റോട്ടിൽ ഇറക്കണമെന്ന് പറഞ്ഞ പോലെ ഉത്തരവ് വരുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ വിവാദമായി കഴിഞ്ഞു. പണിമുടക്ക് വാഹനങ്ങൾ ഇറക്കുമെന്ന് ഗണേഷ് മന്ത്രി, ഇറക്കരുത് അല്ലെങ്കിൽ ഇറക്കുന്ന വാർത്ത തള്ളുന്നു. അങ്ങനെ പറഞ്ഞതൊരു പ്രാന്തനാശയമാണ്. ഇത് തൊഴിലാളികളുടെ സമരമാണ്, സമരമാണ് ഞങ്ങളുടെ പരിപാടി, സമരവും ഭരണവും എന്നുള്ളതാണ് CPM-ൻ്റെയും CPI-യുടെയൊക്കെ പ്രഖ്യാപിത നയം. അത് കേരള കോൺഗ്രസ് ബിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. കേരള കോൺഗ്രസ് ബിക്ക് ഭരണം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഭരണവുമുണ്ട് സമരവുമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ തത്വശാസ്ത്രം എന്ന് CPM-ഉം CPI-യും ഒക്കെ പറയുന്നു. ഇനി ഇപ്പം തന്നെ തൊഴിലാളി സംഘടനകൾ രാവിലെ, അവരുടെ നേതാക്കൾ രാവിലെ തള്ളിപ്പറഞ്ഞു മന്ത്രിയെ. പിന്നെ മറ്റ് CITU, AITUC മറ്റ് എല്ലാ സംഘടനകളും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ LDF കൺവീനർ തള്ളിപ്പറയുന്നു, MA ബേബി തള്ളിപ്പറയുന്നു. ഇനിയും തുടർച്ചയായിട്ട് ആളുകളുണ്ട്. തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുണ്ട്, അദ്ദേഹം തൊഴിലാളി നേതാവാണ്. പിന്നെ ആനത്തിലോട്ട് ആനന്ദം മരിച്ചുപോയി. മറ്റൊരുപാട് തൊഴിലാളി നേതാക്കളുണ്ട്. ഇനിയും അവരെല്ലാം ഇപ്പോൾ വരും, ധാരധാരയായി നിരനിരയായി വരും. ഗണേഷിന് പൊങ്കാലയുടെ ഭയങ്കര ഉത്സവമായിരിക്കും. കൊട്ടാരക്കര ഗണപതി കോവിലിനേക്കാൾ വലിയ പൊങ്കാലയായിരിക്കും, ആറ്റുകാലിനേക്കാൾ വലിയ പൊങ്കാലയായിരിക്കും വരുന്നത്. ഗണേശോത്സവം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. പൊങ്കാല മഹോത്സവമായി മാറും. ഗണേഷ് കുറച്ച് സമയത്തേക്ക് പിന്നെ യൂട്യൂബും വീഡിയോയും ഒന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. ഗണേഷ് പൊങ്കാല നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. LDF ഇത് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഘടകകക്ഷിയാണ് ഇത് വരും. ദിവാകരൻ, നമ്മുടെ പഴയ ദിവാകരൻ, അദ്ദേഹം AITUC-യുടെ വലിയ നേതാവാണ്. അദ്ദേഹം കേരളമുതൽ എന്ന് ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ചിലപ്പോൾ രംഗത്ത് വരും. ഇനി ഒരുപാട് പേരുണ്ട്, വരാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ക്യൂ ആണ്. എല്ലാവരും രംഗത്ത് വരും. അതുകൊണ്ട് ജാഗ്രതയിൽ പറഞ്ഞത് പറഞ്ഞു. വണ്ടി വേണമെങ്കിൽ നമുക്ക് 5-6 എണ്ണമൊക്കെ ഇറക്കാം. പക്ഷെ തൽക്കാലം ഒന്നും മിണ്ടണ്ട ഗണേഷ് സാറേ. അതാണ് തടിക്കും നമ്മുടെ ഇമേജിനും നല്ലത്.